ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് എന്ന വണ്ടി. ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ്, അതായത് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമ്മൾ കയറ്റിയ ഓയിൽ ലെവൽ നോക്കുമ്പോൾ ഓയിൽ തീരെ ഉണ്ടായില്ല, ഒട്ടുമില്ല അതിനകത്ത് ഓയിൽ കേട്ടോ. കാരണം അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചിലമ്പൽ സൗണ്ട്, അതായത് ടൈം എഞ്ചിനൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു സൗണ്ട് നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്താണ് ഓയിൽ കുറയണതിൻ്റെ കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ആ പിസ്റ്റണും സിലിണ്ടറിൻ്റെ ഭാഗത്ത് ആ റിങ്സ് കവർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഭാഗത്താണ് സ്ക്രാച്ചസ് വന്നത്. അത് രണ്ട് സൈഡിലുണ്ട്, ഒന്ന് താഴെയുണ്ട്, അതേപോലെ തന്നെ മോൾ ഭാഗത്തുണ്ട്. മോൾ ഭാഗത്ത് കുറച്ചും കൂടി ഡീപ്പായ രീതിയിൽ വരപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ചെറിയൊരു ചാല് പോലെ ഒരു ചെറിയൊരു വര പോലെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് റിങ്സ് കവറാവാതെ വരും. അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ആ ഫയറിങ് നടക്കുന്ന പോർഷനിലേക്ക് ഓയിൽ കയറി വരും. അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ സൈഡിൽ ഓയിൽ മയത്തോടു കൂടി നിൽക്കുന്നുണ്ട് പിസ്റ്റൻ്റെ ടോപ്പ് സൈഡ്. അങ്ങനെ വന്ന് ഓയിൽ കത്തി മൈന്യൂട്ടായിട്ട് കത്തിയാണ് അതിൻ്റെ ലെവൽ കുറഞ്ഞു പോകുക. നമുക്ക് ആകെ കൂടി 900 മില്ലി ഓയിലാണ് നമുക്ക് എഞ്ചിനിൽ വന്നെ. അപ്പോൾ അത് നമുക്ക് ഓരോ തുള്ളി എവിടെ നിന്ന് ലീക്കാവോ ഓയിൽ കത്തിപ്പോയോ ചെയ്താലും ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വന്നാണ് കംപ്ലയിൻ്റാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒന്നുപോലെ നമ്മളതിൻ്റെ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മാറ്റി പുതിയത് ഇടേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ബോർ ചെയ്ത് ഇട്ടാൽ മതി. പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന ഇവിടുത്തെ കണക്ടർ റോഡ് ഉണ്ടല്ലോ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ, അതിനും ചെറിയൊരു പ്ലേ ഉണ്ട്. അപ്പോൾ ഇത്രയും പ്ലേ അതുമേയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയത് നമുക്ക് ഇട്ടത്ത് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോയെന്ന് എനിക്ക് തോന്നണില്ല. ഇതുണ്ടോ, ഇത്രയും പ്ലേനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയത് നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്താലും നമ്മളിപ്പോൾ ബോർ ചെയ്ത് സെറ്റ് ചെയ്താലും ഇപ്പോൾ ഈ കണക്ടർ റോഡ് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ട് അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഷെയ്ക്ക് ഇപ്പോൾ മേജറായിട്ട് നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് തോന്നണില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടിയേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പുറമേ നിന്ന് നമുക്ക് നമ്മുടെ ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് നോക്കാനേ പറ്റുള്ളൂ. ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കണക്ടർ റോഡിനൊക്കെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കുറേ ഓടിക്കഴിഞ്ഞാൽ ഈ ഐറ്റം കംപ്ലയിൻറ്റ് വരും. അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിന് കംപ്ലയിൻറ്റ് വരും. ആ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അതുമ്പോൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ പിസ്റ്റണ് സിലിണ്ടറൊക്കെ അതുമ്പോൾ ബിൽഡ് ചെയ്ത് തന്നെ. ഈ ഐറ്റം എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നോ അപ്പോൾ നമ്മൾ ഇടുന്ന ഭാഗങ്ങളും പാർട്സുകളും ഡാമേജിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്ന് പറഞ്ഞതിൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ ബോർ ചെയ്ത് യൂസ് ചെയ്താലും നമുക്കത് ഓൾറെഡി നമ്മൾ ഗ്യാരണ്ടിയിൽ തന്നെയാണ് ചെയ്യണേ. ലെയ്ത്ത് വർക്കായാലും ഗ്യാരണ്ടി തന്നെയാണ് ചെയ്ത് കഴിയുക. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് അതിനകത്ത്. വർക്കിൻ്റെ ഗ്യാരണ്ടി 1 ഇയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് കൊണ്ട് കംപ്ലയിൻ്റ് ആണ്, കണക്ടർ റോഡ് പോയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ആ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് പോകുമ്പോൾ വന്ന തേയ്മാനവും അല്ലാണ്ട് നോർമൽ വന്ന തേയ്മാനം രണ്ടും രണ്ട് രീതിയിലാണ് വരും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യണമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഇനി അതല്ല നമുക്ക് റിസ്ക് ഒഴിവാക്കാം, യാതൊരു റിസ്ക്കും ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രാങ്കും കൂടി അഴിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിലവ് വരും. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബോർ ചെയ്യാനെടുക്കരുത്, മാറ്റി പുതിയത് ഇടേണ്ടി വരും. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം പഴക്കമുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ രീതിയിൽ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യുമ്പോൾ സിലിണ്ടർ പഴയത് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പിസ്റ്റണൊക്കെ മാറ്റി പുതിയത് ഇടും. അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ഈ ചെയിൻ, അത് ഓയിലിൻ്റെ ലെവൽ കുറവായതുകൊണ്ട് തന്നെ അത് വലിച്ചിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വലിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്ന ടൈമിംഗ് വീലിൻ്റെ അവസ്ഥയാണത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറാണെങ്കിൽ പോലും അത് അടിച്ചടിച്ചടിച്ച് നല്ല സ്റ്റെപ്പ് പോലെയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ആ സൗണ്ട് നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ, ആ ചിലമ്പൽ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിംഗ് ചെയിനും അതിൻ്റെ പുഷ് റോഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓയിൽ തീരെ എത്ര കുറവായി ഓടിയത് കൊണ്ട് തന്നെ വണ്ടിക്ക് ഡാമേജ് വന്നിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കംപ്ലയിൻ്റായിട്ട് വലിയ കംപ്ലയിൻ്റായിട്ട് തോന്നുന്നില്ല. അതാണ് നമ്മൾ ആ ഒരു രീതിയിൽ സജഷൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം, അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഇവിടെ വണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ വയറിങ്ങിൻ്റെ ഈ ഭാഗത്തൊക്കെ വയറൊക്കെ പൊട്ടിയാണ് നിൽക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ വയറിങ്ങൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് നമുക്ക്, കാരണം ഹാൻഡിൽ ആ റൊട്ടേഷൻ തിരിയുന്ന ഭാഗത്താണ് ഡാമേജ് വന്നതാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ അടിയുണ്ട്, വീലിൻ്റെ ബെയറിങ് പോയി കിടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സോർബറൊന്നും വർക്ക് ചെയ്യില്ല, ഒട്ടും വർക്കിംഗ് അല്ല. നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫോർക്ക് പൈപ്പ് ഈ സൈഡൊക്കെ കംപ്ലയിൻറ്റ്, അവിടെയൊക്കെ പ്ലേറ്റിങ് പോയി നിൽക്കണേ. അഴിച്ചാൽ ചിലവ് തന്നെ കേസാണ്.
നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഓൾറെഡി അത് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻ്റാണ്. അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഈ ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം എത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ആണ്. ഫോർക്ക് റെഡി ആക്കാണ്ട് വീൽ ബെയറിംഗ് ഒന്നും മാറ്റിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഞാൻ ഫോർക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ആ ഷോക്ക് ബെയറിംഗ് മേലെ ഓടാവും. നമ്മൾ അടിക്കുന്ന ബെയറിംഗ് നിൽക്കില്ല, പെട്ടെന്ന് പോകും. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. ഇപ്പം ചെയ്യുമ്പോൾ ഇതിൻ്റെ ടീസ്റ്റർ മൂവിൻ്റെ കോൺസെപ്റ്റ് അടക്കം മാറണം. കോൺസെപ്റ്റ്, ഫ്രണ്ട് ഫോർക്ക്, വീൽ ബെയറിംഗ്, അത്ര ഐറ്റം ചെയ്താലാണ് ആ ഭാഗം ക്ലിയറായി പോകുള്ളൂ കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് ആ എഞ്ചിൻ്റെ പ്രോബ്ലം, അതായത് ഇപ്പോൾ ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റിൻ്റെ കേസ് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതനുസരിച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. മാറ്റി ചെയ്യണോ, ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എഞ്ചിൻ ഫുള്ളായിട്ട് ചെയ്യണോ, സിലിണ്ടർ ബോർ ചെയ്ത് ചെയ്യണോ, എങ്ങനെയാണ് നേക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊന്ന് പറയാം. അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയാലാണ് നമ്മൾ അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ.